എല്ലാവർക്കും ഇത്തരം ചില ന്യായങ്ങൾ പറയാനുണ്ടാവും. തന്ത്രിക്ക് മാത്രം എന്താ പ്രത്യേകത? അതിൽ പ്രതികളായിട്ടുള്ള വേറെയും പേരുണ്ട്. അവരുടെ എല്ലാ ന്യായങ്ങളും ഇതുപോലെ സ്വീകരിക്കപ്പെടുമോ? എന്താ തന്ത്രിക്ക് മാത്രം ഒരു പ്രത്യേകതയുള്ളത്? ചെറിയ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോഗ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഈ അപലപനീയമായിട്ടുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷത്തിന് പരാജയ ഭീതി വന്നിരിക്കുന്നു. ഒരു വിസ്മയവും സംഭവിക്കുന്നില്ല എന്നതോടൊപ്പം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെ തന്നെ സർവേ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം വാടകയ്ക്കെടുത്ത ഏജൻസിയുടെ സർവേയും LDF MLA-മാർക്കെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. ബജറ്റിനെ കുറിച്ച് നടത്തിയ സർവേ ഒരു പ്രമുഖ മാധ്യമത്തിന് പിൻവലിക്കേണ്ടി വന്നു. കാരണം ബജറ്റിന് അനുകൂലമായിട്ടാണ് പൊതുജനാഭിപ്രായം വന്നത്. ഇതെല്ലാം വന്നപ്പോൾ പ്രതിപക്ഷം ഇപ്പോൾ പരിഭ്രാന്തരാണ്, പരാജയഭീതിയിലാണ്. ആ പരാജയഭീതിയാണ് റീത്ത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഈ അങ്ങേയറ്റത്തെ ഹീനമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ കാരണം. ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായി, കണ്ണൂരിൽ റീത്ത് വെച്ചത് ആരാന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ വ്യക്തമായില്ലേ? ഇപ്പോൾ വ്യക്തമായല്ലോ. ഇതുപോലുള്ള നാടകങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. കാരണം പ്രതിപക്ഷത്തിന് പരാജയം ഉറപ്പായിരിക്കുന്നു. ഇത്തരത്തിലുള്ള സംസ്കാരശൂന്യമായിട്ടുള്ള നാടകങ്ങൾ ഇനിയും കേരളത്തിന് കാത്തിരുന്ന് കാണേണ്ടി വരും കുറച്ച് ദിവസം. ഈ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതിൽ ക്രൈസ്തവ സഭകൾ ഇന്ന് ഒരുമിച്ച് യോഗം ചേർന്ന് അവർ ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ യോഗം ചേരുന്നത്. അപ്പോൾ അവർ അതിനെതിരെയാണ്. അപ്പോൾ അതിൽ പറയാനുള്ള കാര്യം എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യവും പറയുന്നുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ അനിവാര്യമായൊരു ഘട്ടത്തിൽ പറയാം. വിമർശനമുണ്ട് സർക്കാരിനെതിരെ. തന്ത്രിയെ കേസിൽ കുടുക്കി ഗൂഢാലോചനയാണ്. നേരത്തെ സർക്കാരിന് ചില പകപോക്കലാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. യുവതി പ്രവേശന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പക. എല്ലാവർക്കും ഇത്തരം ചില ന്യായങ്ങൾ പറയാനുണ്ടാവും. തന്ത്രിക്ക് മാത്രം എന്താ പ്രത്യേകത? അതിൽ പ്രതികളായിട്ടുള്ള വേറെയും പേരുണ്ട്. അവരുടെ എല്ലാ ന്യായങ്ങളും ഇതുപോലെ സ്വീകരിക്കപ്പെടുമോ? എന്താ തന്ത്രിക്ക് മാത്രം ഒരു പ്രത്യേകതയുള്ളത്? അപ്പോൾ ഒരു കാര്യം, സാധാരണ ജാമ്യം ഹർജിയിലെ കേസിന്റെ മെറിറ്റിലേക്ക് കിടക്കില്ല. അതാണ് പ്രാഥമികമായ തത്വം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ കേസ് അന്വേഷണം നടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ മുമ്പിൽ അന്വേഷണ സംഘം സീൽഡ് കവറിൽ അന്വേഷണ പുരോഗതി കൃത്യമായിട്ട് സമർപ്പിക്കുന്നുണ്ടെന്നും അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നും അന്വേഷണം അങ്ങേയറ്റം കാര്യക്ഷമമാണ്, വിശ്വാസയോഗ്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ഇത് സംബന്ധിച്ച് ഒരു വിവരവും മറ്റാർക്കും പങ്കുവച്ചിട്ടില്ല എന്നും പറഞ്ഞത് ഹൈക്കോടതിയുടെ 2 അംഗ ദേവസ്വം ബെഞ്ചാണ്. അപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ വിശ്വസിക്കരുത് എന്നാണോ ഈ പറയുന്നത്? ഞാനെന്തായാലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെയാണ് വിശ്വസിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മുല്ലപൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി. മുല്ലപൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി. നിലാവിൻ്റെ തേരേറി വന്നു നീ. അഴകു പെയ്തു നിന്നു ഉല്ലാസ്, കസവു ചാത്തി വന്നു ഉല്ലാസ്. അഴകു പെയ്തു നിന്നു ഉല്ലാസ്, കസവു ചാത്തി വന്നു ഉല്ലാസ്. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്. സാർ, ഞാൻ മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്ക് എന്നാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ 256 ബ്രാഞ്ച് ഉണ്ട് സർ. ഞങ്ങൾ കേന്ദ്ര അംഗീകൃത ബാങ്കാണ് സാർ. പിന്നെ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ കുറവാണ് സാർ. ഞങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിച്ച ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് സാർ. ഒരു ദിവസം തന്നെ എത്രയെത്ര വിളികൾ, എന്തെല്ലാം വാഗ്ദാനങ്ങൾ. നമ്മുടെ എല്ലാം വിയർപ്പിനാൽ പടുത്തുയർത്തിയ സഹകരണ ബാങ്ക് ഉള്ളപ്പോൾ നമുക്കെന്തിനു മറ്റൊന്ന്? അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം. സഹകരണ ബാങ്ക് ഒരു കരുത്താണ്, നാടിന്റെ ഒരു സുഹൃത്താണ്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം.
പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.